റേഷൻ പച്ചരി വെച്ച് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1½ കപ്പ് റേഷൻ പച്ചരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് 3-4 വെള്ളം കഴിയുന്ന ശേഷം നമുക്ക് വെള്ളവും എടുത്ത് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം മാറ്റിയതിന് ശേഷം ഒരു ജാറിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് 1/2 കപ്പ് ചോറ്, 1/2 കപ്പ് തേങ്ങ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തിരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളകൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതങ്ങ് മാറ്റി വയ്ക്കാം. മാവിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിളച്ച വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അപ്പത്തിൻ്റെ ബാറ്ററിൽ ഒന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. അപ്പത്തിന് കലക്കിയെടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിരിക്കണമേ. ഇനി ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കുക. ഒരു 30 സെക്കൻഡ് തുറന്ന് വയ്ക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അപ്പച്ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് കയ്യിലുള്ള എന്തും ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. നമുക്കിതിൽ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം ചുട്ടെടുത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ഏതുതരം കറിയുടെയും നല്ല സ്യൂട്ടാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വളരെ ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് 4 മണി ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. നല്ല ആരോട് കൂടിയുള്ള ഈ പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ.